ഹലോ, നമുക്ക് സിമ്പിളായിട്ട് നല്ല തട്ടുകടയിൽ കിട്ടുന്ന പുട്ടിനൊപ്പം കിട്ടുന്ന ഒരു കടലക്കറിയില്ലേ, അതുണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 3 സവാള, വലുതാണെങ്കിൽ 2 മതി കേട്ടോ. 3 സവാളയും 2 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊരു 3 വിസിൽ നന്നായിട്ട് വേവിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ സൗണ്ട് ഉണ്ടാവും കേട്ടോ, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കെ. അപ്പോൾ ഇനി കുക്കറിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിക്കുക. അടിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വെന്ത് വരും. അപ്പം നമുക്ക് ഇതുപോലെ വെന്ത് വരും. കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. കടലക്കറി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള ഷുവറാണ്. ഇനി നമുക്ക് ഇത് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ആ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൊരിയണം കേട്ടോ. പക്ഷേ മിക്കവാറും അരിയാനാണ് എന്ന് വെച്ചാൽ ഒരു ഇത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കരിയും. അപ്പോൾ അത് നോക്കി നിൽക്കണം. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊരു നേരിയ മധുരമുള്ള കറിയല്ലേ, അപ്പോൾ അത് മതി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ചേർക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ചേർക്കണത് ഒരു 1/2 ടീസ്പൂണോളം മസാലപ്പൊടിയില്ലേ, നമ്മൾ പൊടിച്ച് വെക്കുന്ന മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി എടുക്കുക. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കേണ്ടതാണ്. അപ്പോൾ നല്ലോണം മൊരിയിച്ചിട്ട് പിന്നെ നമുക്ക് അരപ്പൊഴിക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചത് അരപ്പങ്ങൾ ഒഴിക്കുക. പിന്നെ മിക്സിയിൽ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചുറ്റിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മൾ കടലക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ കടല ഉപ്പിട്ട് വേവിച്ചത് ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ കടല ചേർക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ ഉപ്പിൻ്റെ അംശം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ടിട്ടാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഈ ഗ്രേവി തന്നെ കുറച്ച് എടുത്തു വെച്ചിട്ട് കടലയ്ക്ക് പകരം മുട്ട ഒഴിഞ്ഞതിട്ടാൽ നല്ല നാടൻ തട്ടുകടയിലെ മുട്ടക്കറിയാവും. പിന്നെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതൊരു തിക്ക് പരുവത്തിലേക്കായി വരും, കണ്ടില്ലേ. ഇപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ല ടേസ്റ്റാണ്. പൊറോട്ടയും ഈ കറിയൊക്കെ നല്ല കോംബോയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ഇതിൽ കോംബോ ആയിട്ട് കഴിക്കുന്നത് പുട്ടാണ്. അപ്പോൾ നിങ്ങൾ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും കഴിക്കാം, ചപ്പാത്തി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇത് പിന്നെയും പറയാൻ കാര്യം അത്ര ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കോയിൻ പൊറോട്ടയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും ഉണ്ടാക്കി ഈ കറി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരെല്ലാം കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറിയംസ് ലിറ്റിൽ ഓവൻ. Bye.